നമ്മളിന്ന് നമ്മുടെ മെറ്റൽ ഹൊറർ എസ്കേപ്പിൻ്റെ ചാപ്റ്റർ 2 ആയിട്ടാണ് ഗൈസ് എത്തിയിരിക്കുന്നത്. അതിൻ്റെ ചാപ്റ്റർ 1 ഞാൻ കഴിഞ്ഞ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ഗൈസ്. അപ്പം ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞ പോലെ തന്നെ ഇതൊരു ഗ്രൂപ്പ് ചാനലാണ് ഗൈസ്. ഇതിൽ ഞാൻ മാത്രമല്ല കുറച്ചധികം പേര് ഈ ചാനലിൽ വർക്ക് ചെയ്യുന്നുണ്ട്. നമ്മളെല്ലാവരും കൂടെ ഒരുമിച്ചാണ് വീഡിയോ ഇടുന്നത്. അപ്പോൾ നമ്മളൊരു മൈൻക്രാഫ്റ്റിൻ്റെ സീരീസൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഗൈസ്. അതിൻ്റെ അടുത്ത എപ്പിസോഡൊക്കെ പെട്ടെന്ന് തന്നെ വരും. അപ്പം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ മെറ്റൽ ഹൊറർ എസ്കേപ്പ് എന്ന് പറഞ്ഞൊരു ഗെയിം കളിച്ചിട്ടുണ്ടായിരുന്നു ഗൈസ്. അപ്പോൾ അതിൻ്റെ ചാപ്റ്റർ 2 ആണ് ഞാൻ കളിക്കാൻ പോകണം. ചാപ്റ്റർ 1 ഞാൻ ഫിനിഷ് ചെയ്തു. അപ്പോൾ ചാപ്റ്റർ 2 അടക്കാം ഗൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുക ലൈക്ക് ചെയ്യണം, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, പിന്നെ കൂട്ടുകാർക്കൂടെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണം. നമുക്ക് എന്തായാലും ഗെയിമിലോട്ട് കിടക്കാം ഗൈസ്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഇതിൻ്റെ ചാപ്റ്റർ 1 ആണ് കളിച്ചത്. അപ്പോൾ നമുക്കിന്ന് ചാപ്റ്റർ 2 കളിക്കാം ഗൈസ്. ഗൈസ് എല്ലാത്തിലും ഒരു സ്റ്റോറി തന്നെ. അങ്ങേര് വന്ന് നമ്മൾ അടിച്ചിട്ട് എന്നിട്ട് കിഡ്നാപ്പ് ചെയ്തുകൊണ്ട് പോകും. നമ്മളവിടെ നിന്ന് രക്ഷപ്പെടാൻ നോക്കണം, തന്നെ കഥ. നമുക്ക് എന്തായാലും ചാപ്റ്റർ 2 കിടക്കാം. My friend threw a party tonight. Lots of people all drinking and having fun. Okay. At about 1 a.m., I took my stuff and left. And then I got on a taxi. ഗൈസ് സംഭവം എന്തിനെന്ന് പറഞ്ഞേ, നമ്മളൊരു പാർട്ടി കഴിഞ്ഞിട്ട് ഒരു ടാക്സിയിലോട്ട് കയറി ഗൈസ്. ട്വിസ്റ്റ് എന്തിനെന്ന് പറഞ്ഞാൽ ആ ടാക്സി ഡ്രൈവർ ആ സൈക്കോ ആയിരുന്നു. അപ്പം അങ്ങേര് നമ്മളങ്ങനെ വീട്ടിൽ കൊണ്ടുപോയി അടിച്ചിട്ട് ഗൈസ് നമുക്ക് ഇനി അവിടെ നിന്ന് രക്ഷപ്പെടണം ഗൈസ്. ഇതാണ് പറയണത്, ഇങ്ങനെ കണ്ണി കണ്ട ടാക്സിയിലൊന്നും ചെന്ന് കയറരുത്. ഓക്കെ, നമുക്ക് എന്തായാലും ഗെയിമിലോട്ട് അടക്കാം. ഇന്ന് ഇവിടെ നിന്ന് രക്ഷപ്പെട്ടിട്ടേ കാര്യമുള്ളൂ ഗൈസ്. നമുക്ക് എന്തായാലും ഗെയിമിലോട്ട് അടക്കാം ഗൈസ്. കഥയും കണ്ടുകൊണ്ടിരുന്നാൽ ഇപ്പോൾ നടക്കൂല ഗൈസ്. അങ്ങനെ നമ്മൾ ഗെയിമിലോട്ട് കയറിയിട്ടുണ്ട്. കണ്ടാൽ തന്നെ അറിയാം ഇതുവരെ കഴിഞ്ഞ പ്രാവശ്യത്തെ സ്ഥലത്തിൽ നിന്നും കുറച്ചധികം വ്യത്യാസങ്ങളുണ്ട് ഗൈസ്. പക്ഷെ അതൊന്നും നമ്മൾ കാര്യമാക്കാൻ പാടില്ല. നമുക്ക് എങ്ങനെയും ഇവിടെ നിന്ന് രക്ഷപ്പെടണം, അതാണ് നമ്മുടെ ഗോൾ. ഗൈസ് ഏകദേശം ആ ഒരു സ്ഥലങ്ങളൊക്കെ തന്നെ, പക്ഷെ ഇത്തി കൂടെ വലുതാണെന്ന് തോന്നും. മറ്റേതിൽ നമ്മൾ ഒരുപാട് സ്പേസ് ഒന്നും ഇല്ലായിരുന്നു ആ സ്ഥലത്ത്. ഇത് മറ്റേ ഒരു വലിയ സ്ഥലമാണ് ഗൈസ്. എനിക്ക് തോന്നുന്നു ഇങ്ങനെ വീട്ടിൽ തന്നെ ഇങ്ങനെ പല പല സ്ഥലങ്ങളുണ്ട്. പക്ഷെ നമ്മൾ അതൊന്നും നോക്കാൻ പാടില്ല, നമുക്ക് രക്ഷപ്പെടണം. മറ്റേതിൽ നമ്മളെ ലോക്ക് പിക്ക് കിട്ടിയാണ് ഗൈസ് രക്ഷപ്പെട്ടത്. ഇതിലെങ്ങനെയാണോ അതോ ലോക്ക് പിക്ക് ഇവിടെ ഉണ്ടാന്ന് നോക്കാം. ഓക്കെ ഗൈസ്, ഇവിടെ ലോക്ക് പിക്ക് എന്ന് പറഞ്ഞ സാധനമേ കാഴ്ചയിലില്ല. അപ്പം നമുക്ക് ഇത് തപ്പേണ്ടി വരും. എവിടെയുടെ ലോക്ക് പിക്ക് എവിടെ കൊണ്ട് വെച്ചിടങ്ങി ഗൈസ്. അവിടെ എന്തിനാ തിളങ്ങണം. ഈ ഗെയിമിൻ്റെ ഒരു പ്രത്യേകത ഇതാണ് ഗൈസ്. എന്തായാലും തിളങ്ങണണ്ട അല്ലെങ്കിൽ നെക്കി എന്തെങ്കിലുമൊക്കെ കിട്ടിക്കോളും. അത് വളരെ വളരെ ഉപയോഗകരമാണ്. ഓക്കെ, നമുക്ക് ഡോർ തുറക്കാം. ഡോർ ഈ സ്ക്രൂഡാണ്. തുറയടാ ഡേ. ഈ ലോക്ക് കൊണ്ട് തുറക്കാൻ പറ്റില്ല, അതൊരു സ്ക്രൂ ഡ്രൈവർ വേണം. ഓക്കെ, അപ്പം നമ്മൾ നല്ലപോലെ തേഞ്ഞിട്ടുണ്ട്. ലോക്ക് കൊണ്ട് യാതൊരു ഉപയോഗവും ഇല്ല. അവിടെ എന്തിനാ ഇരിക്കണം. കഴിഞ്ഞ ഏവിൽ ഇതാണ് ഒരു ബോക്സ് ഉണ്ടായിരുന്നു ഗൈസ്. ബോക്സ് ഈസ് ലോക്ക്ഡ്. പക്ഷെ അതിനെന്താ കീ വേണമായിരുന്നു. ലോക്ക് പിക്ക് കൊണ്ടോ തുറക്കണം ഗൈസ്. മറ്റേ സ്റ്റോറിയിൽ കീ വേണമായിരുന്നു തുറക്കാൻ. ഇതിലും എല്ലാ സാധനങ്ങളും വ്യത്യാസമുണ്ട് ഗൈസ്. ഇതുകൊണ്ട് ഡോർ തുറന്നു. സെറ്റ്. ഞാൻ അത് എന്നെ ചെയ്യണം. ഞാൻ ഇവിടെ എന്ത് ചെയ്യണത്? ഞാനിവിടെ നിന്ന് ഇറങ്ങാൻ തന്നെ നോക്കണം. ഇന്തര കിട്ടി. ഹാൻഡില് ഒരു കഥവിൻ്റെ പിടിയല്ലേ ഗൈസ്. ബ്ലാങ്ക് പേപ്പർ. അതൊക്കെ എന്തിനാണെന്ന് ദൈവത്തിനറിയാം. ഗൈസ് ഇവിടെ എന്തിനാ വാഷിംഗ് മെഷീനെ കൊണ്ടുവച്ചിട്ടുണ്ട് ഗൈസ്. ഇവിടെ എന്തൊക്കെയോ ഉണ്ട്. ഇതിന് മറ്റേ പാസ്വേഡ് വേണം ഗൈസ്. കഴിഞ്ഞ വീഡിയോയിൽ ഓർമ്മയുണ്ടല്ലോ, എന്തരാ സൗത്തും വെസ്റ്റൊക്കെ ആകുമ്പോൾ എന്തിനാ നോക്കാൻ പറഞ്ഞു. എനിക്കതൊന്നും ഒന്നും മനസ്സിലായില്ല. പ്രാവശ്യം ഇനി അങ്ങനെ വല്ലതും ഉണ്ടാകുന്നോ. നമുക്ക് എന്തായാലും എല്ലാം അതേ കണക്ക് തന്നെ അടച്ചു വെച്ചിട്ട് പോയി. ഹാൻഡിൽ എവിടെയാണ് ഉപയോഗിക്കാനുള്ളത്? ഈ ഹാൻഡിൽ എവിടെയാണ് ഇവിടെ നോക്കട്ടെ. ഇവിടെ ആകെ ഹാൻഡിലില്ലാത്ത ഒരേ ഒരു ഡോർ ഇതാണ്. നോ ഡോർ ഹാൻഡിൽ. സിമ്പിൾ. ഓക്കേ. ആഹാ, ഫ്രിഡ്ജ്. മീൻ. കഴിഞ്ഞ സ്റ്റോറിയിലും കുറേ മീനൊക്കെ അങ്ങനെ എവിടെ കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു. ഐസ്.
ഓക്കെ, അപ്പോൾ നമുക്ക് എന്തിനോ ഐസ് വേണ്ടി വരും. നമുക്ക് ഐസിൻ്റെ കട്ട എടുത്ത് അങ്ങനെ തലമണ്ടയ്ക്ക് അടിക്കാനായിരിക്കും മിക്കവാറും. നമുക്ക് എന്തായാലും ഓർമ്മിച്ച് വയ്ക്കാം ഗൈസ്, അവിടെ ഐസ് ഉണ്ട്. ഇവിടെ ഒരു ലാപ്ടോപ്പ് ഉണ്ട്. ഓക്കെ, പുള്ളിക്കാരൻ ഗെയിമറാണെന്നാണ്. നല്ല അടിപൊളി ലാപ്ടോപ്പ് ഇവിടെ കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഗൈസ്. നമുക്ക് വേണമെങ്കിൽ ഇറങ്ങാൻ നേരത്ത് ചോദിച്ചിട്ട് പോവാം. ചിലപ്പോൾ ലാപ്ടോപ്പ് വന്നാലേ അങ്ങനെ കാണാതെ വേണം ചോദിക്കാൻ കേട്ടോ, അല്ലെങ്കിൽ അങ്ങനെ വെച്ച് അടിച്ചു തരും. ഒന്നാമത് ഞങ്ങൾക്ക് പിരിയളവ് ഇരിക്കുകയാണ്. കണ്ണി കാണുന്ന ആൾക്കാരെല്ലാം കിഡ്നാപ്പ് ചെയ്യലാണ് അങ്ങനെ പണി. ഈ എന്തിനാണ് ഇവിടെ ചെയ്യാനുള്ളത്? ഇവിടെ നേരത്തെ ഞാൻ എന്തിനാ കണ്ടിരുന്നു, അതാണ് ഞാൻ നോക്കാൻ അടയാളം. ഇത് എന്തിരി കഥ? ഞാൻ വിചാരിച്ചില്ല സൗണ്ട് ഉണ്ടാക്കും. ഞാൻ എന്തിനാ കണ്ടത് നിൽക്കാൻ പോയാണ്. അത് എന്തോന്നത്? കംപ്രസറാ? അത് കംപ്രസർ തന്നെ. While he's out, I can sneak a peek into his room. ഓ ഗയ്സ്, അങ്ങനെ ഡോർ കണ്ട? അങ്ങനെ ഡോറിൽ എന്താ നമ്പർ എഴുതി വെച്ചേക്കണം, 674. ഓ അതായിരിക്കും ലോക്കറിൻ്റെ പാസ്വേഡ്. കിട്ടിയടാ പാസ്വേഡ്, കിട്ടിയടാ പാസ്വേഡ്, കിട്ടിയടാ മണ്ട പാസ്വേഡ്, കിട്ടിയടാ പാസ്വേഡ് കിട്ടി. ഇല്ല ഇല്ല, അതൊക്കെ തോന്നലാണ് ബ്രോ. പുള്ളിക്കാരെ എപ്പോഴും ഇങ്ങനെയാണെന്ന് ഗൈസ്, എപ്പോഴും ഇങ്ങനെ ഇമാജിനേഷനാണ്. എന്ത് ചെയ്യാൻ? 674. ഓ അങ്ങനെ ഡോർ തുറന്നപ്പോൾ അതിലൊരു ഇന്നില്ലേ എന്തിനാ, അങ്ങനെ ഡോർ തുറന്നപ്പോൾ എന്തായാലും ഒരു പാസ്വേഡ് അതിലുണ്ടായിരുന്നു. ഓക്കെ, അത് അടിച്ചു നോക്കാം. അതിന് കഴിഞ്ഞ വീഡിയോ കണക്ക് സൗത്തും വെസ്റ്റും നോക്കേണ്ട ആവശ്യം വന്നില്ലേ. എന്തിനാ എപ്പോഴെങ്കിലും വരുമോ? എന്തിനാ വരാത്തത്? ആ കഴിഞ്ഞിട്ടൊക്കെ വരാണ്. ഇത് എന്തോ 674 അല്ലേ? 674 2 4. ഇതെന്തോ ഇത്? ഓക്കെ ഗൈസ്, തുറന്നിട്ടുണ്ട്. എൻ്റെ അമ്മോ, ക്രോബാർ. ഓക്കെ, അതൊരു ന്യൂ ഐറ്റമാണ് ഗൈസ്. കാരണം കഴിഞ്ഞ ഇതിൽ നമുക്ക് ക്രോബാറൊന്നും കിട്ടിയിട്ടില്ലായിരുന്നു. അങ്ങനെ ഒരു ഐറ്റം ഇല്ല, കിട്ടിയിട്ടില്ല. ഇതിൽ കുറേ പുതിയ ഐറ്റംസ് ഉണ്ട്. ഡോർ ഹാൻഡിൽ അതൊന്നും നമ്മൾക്ക് കഴിഞ്ഞ സ്റ്റോറി കിട്ടിയില്ലായിരുന്നു. പിന്നെ ക്രോബാർ. ഇവിടെ ട്രാപ്പൊക്കെ വെച്ചിട്ടുണ്ട്. ഇതെല്ലാം ചവിട്ടി കൊടുത്താൽ തീർന്നു. ഇത് ബെയർ ട്രാപ്പാണ് ഗൈസ്. Put the item in, close the door and press the button. ആന്തിന്? ഓക്കെ, അപ്പോൾ അത് ഇത് ഓവനല്ലേ? എന്നിട്ട് ഐസ് മെൽറ്റ് ചെയ്യാനായിരിക്കും. അത് ഐസ് കിട്ടണ്ടേ ആദ്യം. ഇത് അടുത്ത മീൻ. ഇങ്ങനെ എല്ലായിടത്തും കൊണ്ട് മീൻ വെച്ചേക്കാണ് ഗൈസ്. സംതിങ് പ്രിവെൻറ്റ്സ് യു ഫ്രം ഓപ്പണിംഗ് ദ ഡോർ. ഓ ഗൈസ്, ഇവിടെ എന്തെങ്കിലും കെട്ടി വെച്ചേക്കണം കേട്ടോ. അപ്പം എന്തായാലും സിസറ എന്തായാലും വേണ്ടി വരും, അല്ലെങ്കിൽ എന്തെങ്കിലും കത്തി അങ്ങനെ എന്തായാലും വേണ്ടി വരും. ലോക്കഡ് വിത്ത് കീ. ഇവിടെ നോക്കിയല്ലേ അവിടെ ഇവിടെ വല്ലതും ഉണ്ടായോ? ചേട്ടാ ഇവിടെ കണ്ട ബ്ലാങ്ക് പേപ്പർ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. ഓ ചിലപ്പോൾ അതിൽ ഇൻവിസിബിൾ ഇങ്ക് ആയിരിക്കും ഗൈസ്. അപ്പോൾ ഇത് നമുക്ക് വേണം കേട്ടോ. ഇതൊഴിച്ച് അതിലുള്ള എന്തെങ്കിലും നമ്പറോ എന്തെങ്കിലും കാണുമായിരിക്കും എൻ്റെ വേണ്ട, എന്തെങ്കിലും പാസ്വേഡോ. പക്ഷേ ഇത് തീർന്നു ഗൈസ്, MD ആണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ വേറെ എന്തെങ്കിലും വേണം. ഓക്കെ 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 ഓക്കെ, എനിക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടി വരുന്നുണ്ട്. ഇത് ഈ ക്രോബാർ എന്തിനാണ്? ഇവിടെ ഐസ് ഉണ്ടായിരുന്നു. ഈ നമുക്ക് ലോക്ക് പിക്ക് കൊണ്ട് കുത്തിയെടുക്കാൻ പറ്റുമോ ഐസ്? ഇല്ല. ക്രോബാർ. ഓ പീസ് ഓഫ് ഐസ്. ഐസ് ഇനി മിക്കവാറും എനിക്ക് തോന്നുന്നത് ഓവനിലോട്ട് തന്നെ ഐസ്, കാരണം അത് മെൽറ്റ് ചെയ്യാനായിരിക്കും. പിന്നെ ഐസ് കൊണ്ട് നമ്മളെന്ത് ചെയ്യുക, അങ്ങനെ തലക്കെടുത്ത് എറിയാൻ പറ്റൂലല്ലേ.
എന്നിട്ട് തുറക്കാൻ പറ്റൂലേ? പോയ ഐസ് പോയേ. Crap. ഓ എന്തിനാ കീ കിട്ടി, കൊള്ളാം. അടാ എല്ലാം പഴയ കണക്ക് തന്നെയല്ലേ. ഓക്കെ, നമുക്ക് അകത്തോട്ട് കയറാം. ഓ കൈസ്, ഇന്ദിരാ കീ കിട്ടി. മിക്കവാറും അതിനെ മറ്റേ ഇവിടെയുള്ള ഡോറിനായിരിക്കും. അവിടെ ഒരു കീ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, നമുക്ക് ഓരോ ഐറ്റംസ് ആയിട്ട് കിട്ടുന്നുണ്ട് കൈസ്. നമ്മൾ ഇന്നത് ജയിക്കും. ഇടാ പോണേ, നീ കുറെ നേരം ആയല്ലേ നീ ഇവിടെ കിടന്ന് കറങ്ങാൻ തുടങ്ങിയിട്ട്. ഇവിടെ ഒന്നുമില്ല. ഇങ്ങനെ എവിടെ പോണത്? അതെ അതെ, അപ്പുറത്തെ വീട്ടിലെ മാമൻ ഇവിടെ വന്നിരുന്നു. അതെ അതെ. ഓ അങ്ങനെ എങ്ങോട്ടാ പോണു? ഗയ്സ് ഒരു മിനിറ്റ്, ഗയ്സ് അങ്ങനെ കൈയിരിക്കണ സാധനം കണ്ട ഗയ്സ്? ആ ടൂൾ ബോക്സല്ലേ നമ്മൾ ഫസ്റ്റ് ചാപ്റ്റർ വിളിച്ചപ്പോൾ അങ്ങനെ കൊണ്ടുവന്നു നമ്മുടെ കയ്യിലോട്ട്, മറ്റേ ലിവർ ആർമൊക്കെയുള്ള. ഓ ഗയ്സ്, എനിക്ക് തോന്നണേ ഇപ്പം അങ്ങനെ പോയത് നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിലിരുന്ന ആ സ്ഥലത്താണ് ഇപ്പം അങ്ങനെ പോയത്. ഓ ഗയ്സ്, ആ ടൂൾ ബോക്സ് കൊണ്ടാണ് അങ്ങനെ പോയത്. ഗയ്സ് കാരണം എന്താ, നിങ്ങൾ ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തത്, അത് കാണണം. കണ്ടാലേ ഞാൻ എന്താണ് പറയണതെന്ന് മനസ്സിലാക്കാൻ പറ്റുമോ ഗയ്സ്? അപ്പം അതിൽ സംഭവിച്ചതെന്ന് വെച്ചാൽ അവസാനം അങ്ങനെ ഒരു ടൂൾ ബോക്സ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പം അതാണ് അങ്ങനെ കൈയിരിക്കണം. അതിപ്പോൾ അങ്ങോട്ട് കൊണ്ടുപോയണേ ഗയ്സ്. ഓ അങ്ങനെയാണ് കാര്യങ്ങൾ. ഓ ഗയ്സ്, ഇങ്ങനെ 2 ഡോറും തുറന്നിട്ടിട്ടാണ് ഇടാ പോയത്. അപ്പോൾ അത് തുറന്നതിനെ വെച്ചേക്കണം, അടയ്ക്കരുത്, അടച്ചാൽ പണി കിട്ടും. ഓ അങ്ങനെ റൂമിൽ കയറി നമ്മൾ. കൊള്ളാം. ആ ഗിഫ്റ്റ്. ഓ ഗയ്സ്, ഇവിടെ ഒരു പാസ്വേഡ് ഉണ്ട് കേട്ടോ. അടുത്ത പാസ്വേഡ്. ഇവിടെ ഫുള്ള് പാസ്വേഡുകളാണ് ഗയ്സ്. അയ്യോ അടയ്ക്കല്ലേ അങ്ങനെ അടച്ചു വെച്ചിട്ടാണ് പോയത്. അപ്പം നമുക്കിനി കീ ഉണ്ട്, ഇത് തുറക്കാം. ഡോർ തുറന്നേ. ഇവിടെ ട്രാപ്പ് ഉണ്ട്, ചവിട്ടിയാൽ പണി കിട്ടും. ഓ ലിവർ ആർം, ഇത് കഴിഞ്ഞ ഗെയിമിലുണ്ടായിരുന്നു. ഇതുകൊണ്ടാണല്ലോ രക്ഷപ്പെട്ടത്. ബക്കറ്റ്, അതൊക്കെ എന്തിനീ? അടുത്ത ഗിഫ്റ്റ്. ഇവിടെ ഫുള്ള് ഗിഫ്റ്റാണ് ഗയ്സ്. എന്ത് ചെയ്യാം, എനിക്ക് ഭയങ്കര ഭാഗ്യമാണ് ഗയ്സ്. നമുക്ക് ഇവിടെ എന്തെങ്കിലും ഉണ്ടാകുന്ന നോക്കാം. ഓ സിസർ എവിടെയെന്ന് അറിയാം. നമ്മൾ നേരത്തെ ഒരു ഡോർ കണ്ടില്ല, ഞാൻ പറഞ്ഞില്ല ഇവിടെ എന്തെങ്കിലും കയറുണ്ടെന്ന്. യെസ്, പിന്നല്ല. ഇവിടെ ഒന്നും ഇല്ല, ലൈറ്റ് ഒന്നും ഇല്ല ഇവിടെ. ഹോട്ട് സ്റ്റീം. ഓ അപ്പോൾ നമ്മളൊക്കെ എങ്ങനെയും ഓഫ് ചെയ്യണം. ഓ ഇവിടെ ലിവർ ഉണ്ട് ഗയ്സ്, അത് അത് വലിക്കണമെങ്കിൽ നമുക്ക് അവിടെ എന്തെങ്കിലും ഓഫ് ചെയ്യണം കേട്ടോ. അതൊന്ന് ഓർത്ത് വെച്ചു. ഓ ചവിട്ടല്ലേ ആ ട്രാപ്പിൽ ഇപ്പം ചവിട്ടീനെ ഗയ്സ്. അവിടെ എന്തിനാ തിളങ്ങണം? റസ്റ്റി വാൾവാ, ഔട്ട് ഓഫ് റീച്ച്. ഓ ഗയ്സ്, ഇവിടെ കണ്ട, ഇവിടെ ഫുള്ള് വെള്ളമാണ്. അപ്പോൾ നമുക്ക് ഇവിടെ വെള്ളം നിറച്ച്. ഓ അതിനാണ് ബക്കറ്റ്. ബക്കറ്റ് വെള്ളം ഇവിടെ കണ്ടുപിടിക്കും ഗയ്സ്. ഇവിടെ എങ്ങും വെള്ളമില്ല ഗയ്സ്. വെള്ളം നെഹിഹേ, എവിടത്തെ വെള്ളം കണ്ടുപിടിക്കും? ഓയിൽ ബാരൽ. പക്ഷെ അവിടെ കിടന്നൊരു ഓയിൽ ക്യാനാണ്. അപ്പോൾ ഇവിടെ ഉപയോഗിക്കാനായിരിക്കും അത്. ഞാൻ ഓരോ സ്ഥലങ്ങളിലോട്ട് കണക്ട് ചെയ്യണം ഗയ്സ്, എങ്കിലേ നമുക്ക് ഈ ഗെയിം ജയിക്കാൻ പറ്റും. നമ്മൾ വളരെ ബുദ്ധിപരമായി കളിക്കണം. അടുത്ത ഫിഷ് കിട്ടി. ഇവിടെ ഇങ്ങനെ ഫുള്ള് ഫിഷാണ് ഗയ്സ്. അങ്ങനെ എനിക്ക് തോന്നുന്നു ഇതിനു മുമ്പ് മീൻപിടുത്തക്കാരനാണെന്ന് തോന്നുന്നു. വീട്ടിൻ്റെ എവിടെ വയ്ക്കാലും മീനാണ് ഗയ്സ്. അപ്പോൾ നമുക്കങ്ങനെ വെള്ളം ഒപ്പിക്കണം. ഇനി വെള്ളം ഇവിടെയാണ് ഗയ്സ്. ഇവിടെ ഞാനൊരു പൈപ്പ് കണ്ടിരുന്നു, പക്ഷെ അത് ഓണാക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ കേട്ടോ. 100 IQ മൂവ്മെൻറ്റ്, പിന്നല്ല. യോ അതോ ഞാൻ ഗ്ലിച്ചായി അങ്ങോട്ടൊക്കെ പോയി. നമുക്ക് ഇതൊക്കെ വിടാം. നമുക്ക് വെള്ളം ഒഴിക്കാം ഗയ്സ്. ഇവിടെ ഈ ട്രാപ്പ് എപ്പോൾ ചവിട്ടുമെന്ന് എനിക്ക് പേടിച്ചിരിക്കുകയാണ്. ഇങ്ങനെ അവിടെ ഡോറിൻ്റെ മൂലയെ തന്നെ കൊണ്ട് വെച്ചേക്കണം. ഇവിടെ ഉപയോഗിക്കാനല്ലേ? അവിടെ തന്നെ. ഓ
ഞാൻ പ്രഡിക്റ്റ് ചെയ്തതെല്ലാം റിയലായി വരികയാണ്. ഇതെവിടെയാണെന്ന് എനിക്കറിയാം. നമ്മൾ ഓയിൽ ബാരലുണ്ട്, ഓയിലർ ക്യാൻ. ഇത് മറ്റേ ആ വാളിൽ ഒഴിച്ചു കൊടുത്താൽ തന്നെ റസ്റ്റ് പോവും. അപ്പോൾ നമുക്ക് തിരിക്കാൻ പറ്റും കേസ്. കാരണം ഇപ്പോൾ അത് തുരുമ്പ് പിടിച്ചിരിക്കുകയാണ്. ഞാൻ ഇപ്പോൾ അത് വീണ്ടും വലിയ ചവിട്ടിയനെ കേസ്. എനിക്ക് പേടിയാണ് കേട്ടോ. ഞാൻ മിക്കവാറും എപ്പോഴെങ്കിലും ഇവിടെ വരുമ്പോൾ ആ ട്രാഫിക് കയറി ചവിട്ടും. എനിക്ക് തോന്നുന്നു ഈ വാൾവ് മിക്കവാറും ആ സ്റ്റീം ഇപ്പോൾ പോയി കാണണം. നോക്കട്ടെ. ഇതിൽ ഈ ഡോറൊക്കെ അടച്ചിട്ട് അങ്ങേര് വല്ലതും ഇപ്പോൾ വരെയാണെങ്കിൽ തീർന്നു കേട്ടോ. ഡേ സ്റ്റീം പോയടാ. ലിവർ അങ്ങ് വലിക്കാം. റിക്വയർസ് 24 volts ടു ടേൺ ഓൺ. ഇത് എന്തോന്നൊക്കെ പറയണത്. 24 volt. ഇവിടെ കറക്റ്റ് 24 volt. ഇനി ഞാൻ കണക്കും ചെയ്യണോ ഇല്ലേ? ഇത് നമ്മൾ തിരിച്ച് കറക്റ്റ് 24 volt ആക്കണം ഗൈസ്. അപ്പോൾ നമ്മുടെ മാക്സിൻ്റെ ബുദ്ധിയൊക്കെ എടുക്കട്ടെ ഗൈസ്. ഓക്കെ, 7.6 പ്ലസ് 6. എന്തൊരു ഓണാകത്ത് നോ പവർ. ഓക്കെ, അപ്പം ഓക്കെ അത് കൊള്ളാം. പവർ ഉണ്ടെങ്കിലേ അത് ഓണാക്കാൻ പറ്റുള്ളൂ. something but I don't know nothing. I know nothing, sorry. ഈ റൂമിൽ ഇനി ഒന്നുമില്ല. എവിടെ നോക്കിയിട്ട് കാര്യമൊന്നുമില്ല. നമുക്ക് എന്തിനാണ് ഇപ്പോൾ വേണ്ടത്? നമുക്ക് വേണ്ടത് പവർ എങ്ങനെയും ഒപ്പിക്കണം. ഈ ഗെയിം കളിച്ചെൻ്റെ തലവേന എടുക്കണേ. എന്തിനാണ് ചെയ്യാനുള്ളത്? ഇവിടെ എന്തെങ്കിലും ഉണ്ട്. പണി കിട്ടി നല്ലപോലെ പണി കിട്ടി. എല്ലാം കറക്റ്റ് അതേ കണക്ക് തന്നെയല്ലേ? ഒന്നും തുറന്നൊന്നും വെച്ചിട്ടില്ലല്ലേ? അയ്യോ, ഇത് അടയ്ക്കണം. അടയടാ. അയ്യോ, ഇപ്പോൾ പണി കിട്ടിയേനെ. ഞാൻ അതിപ്പോൾ അതും തുറന്ന് വെച്ചിട്ട് പോയേനെ. ഗൈസ്, ആ ഡോർ ഇപ്പം ഞാൻ തുറന്ന് വെച്ചിട്ട് പോയേനെ. മണ്ടത്തരം എന്ന് പറഞ്ഞാൽ അങ്ങേ അറ്റം മണ്ടത്തരം. ബ്രോ, ഞാനൊന്നും ചെയ്തിട്ടില്ല സത്യം. അങ്ങോട്ടൊന്നും പോകണ്ട. പക്ഷെ അങ്ങോട്ട് പോകണ്ടെന്ന്. അങ്ങോട്ട് പോകണ്ട. ഗൈസ്, പുള്ളിക്കാരൻ അങ്ങോട്ട് പോകില്ല കേട്ടോ. ഞാൻ പറഞ്ഞ പുള്ളി ഇങ്ങനെ ഇതിന് അങ്ങോട്ട് പോകണത്. അവിടെ നല്ല ശബ്ദം കേട്ടെ. ഇറങ്ങി പോടേ. അവിടെ നിന്ന് ശബ്ദം വെച്ചിട്ട് അവിടെ ചെന്ന് നോക്കണം. ഇവൻ്റെ ചെവിക്ക് വല്ല കുഴപ്പമുണ്ട്? ഇവ ശബ്ദം വരണ ഡയറക്ഷനിൽ നിന്നല്ല കേൾക്കണത്. അപ്പോൾ വേറെ അങ്ങോട്ടൊക്കെയാണ് കേൾക്കണം. നമുക്ക് എന്തിനാ കിട്ടി? ഞാൻ ഇപ്പോൾ എന്തിനാ എടുത്തത്? അവിടെ നിന്ന് എന്തിനാ താഴെ വേണം ഞാൻ എടുത്ത് പ്ലെയേഴ്സ്. അപ്പോൾ അതെന്തിനാ വേണം? ഇതുകൊണ്ട് ഞാൻ എങ്ങനെ പവർ ഒപ്പിക്കും? ഇതും പവറും തമ്മിൽ എന്താണ് ബന്ധം? മറ്റേലേ അങ്ങനെ നമ്മളെ ഇലക്ട്രിസിറ്റി കൊണ്ടാണ് കൊന്നത്. ഇതിലങ്ങനെ കൊല്ലണം. എനിക്ക് അറിഞ്ഞൂടെ എങ്ങനെയാണ് കൊല്ലണേന്ന്. ഇവിടെ വല്ല ഇലക്ട്രിക് കറണ്ടും ഉണ്ടോ? ഇല്ലല്ലേ. ഇങ്ങനെ ആൾക്കാരെ കൊല്ലാൻ പല വഴികൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഭയങ്കര ബുദ്ധിയാണ് ഈ ബുദ്ധി. വേറെ ഏതെങ്കിലും ഉപയോഗിച്ചിരുന്നെങ്കിൽ. ഇവിടെ എന്തെല്ലാം തിളങ്ങണം. ഡ്രോവർ ഡോർ ഈസ് നെയിൽഡ്. കഴിഞ്ഞ സ്റ്റോറിയിൽ ഒരു നെയിൽ പുള്ളർ കിട്ടിയിട്ടുണ്ട്. പക്ഷെ അത് വേറെ തന്നെയായിരുന്നു. ഈ പ്ലെയർ കൊണ്ട് പറ്റുമോ? പറ്റും. എന്തരാ കിട്ടി? ഫ്യൂസ് ഇവിടെ വയ്ക്കാനല്ലേ? ഇവിടെ സാധാരണ ഫ്യൂസ് വയ്ക്കണം. പക്ഷെ അത് തുറക്കാൻ പറ്റില്ല. എന്തരാ ചെയ്യാൻ വേണം? ഓരോ സാധനങ്ങളായിട്ട് വി ആർ മേക്കിംഗ് പ്രോഗ്രസ്. കീട്ടിയടാ. എടാ, ഞാൻ അതെന്താ അറിയാമോ? കാരണം ഇത് രണ്ടും ഒരേ സാധനമാണ്. കാരണം ഇത് രണ്ട് ഫ്യൂസ് വയ്ക്കണ ഫലമാണ്. ഇവിടെ ഫ്യൂസ് അല്ല. അവിടെ എനിക്ക് തോന്നുന്നു ഈ വോൾട്ടേജ് കൺട്രോൾ ചെയ്യാനുള്ള അങ്ങനത്തെ എന്തെങ്കിലും സാധനമാണ്. പക്ഷേ ഈ രണ്ടും ഇലക്ട്രോണിക്കിൻ്റെതല്ലേ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി അതിൻ്റെ പുറത്ത് വല്ല കീയും കാണും. ഓക്കേ, ഫ്യൂസ് വെച്ച്
ഇപ്പം അവിടെ ഇലക്ട്രിസിറ്റി വന്ന് കാണണം. യെസ്, ഇപ്പം നമുക്ക് ഓണാക്കാം ഗൈസ്. ഇനി നമ്മുടെ മാക്സിൻ്റെ ബുദ്ധിയൊക്കെ എടുക്കാം. ഓക്കെ, 7.6 കണ്ടായാലും ബുദ്ധിയാണ് റാ ബുദ്ധി, പിന്നല്ല. അയ്യോ, ബുദ്ധിയാണ് വെച്ചപ്പോൾ ബുദ്ധി ഇല്ലാത്തൊരുത്ത ഇങ്ങോട്ട് വരണം. ഓടിക്കോ ഓടിക്കോ ഓടിക്കോ, അടയടാ കഥവ്. ലാസ്റ്റ് ടൈം അവിടെ നിന്നൊരു ശബ്ദം വന്നപ്പോൾ അങ്ങനെ അങ്ങോട്ടാണ് പോയത്. ഇനി എങ്ങോട്ടാണ് അങ്ങനെ പോണേന്ന് യാതൊരു ഐഡിയ എനിക്കില്ല. അങ്ങേര് എവിടെയാടേ അങ്ങേര് പോയേ? ഹലോ അണ്ണാ, സുഖം തന്നെ. യോ, അങ്ങേര് അങ്ങോട്ട് പോണു. അങ്ങോട്ട് പോയല്ലേ? ഉണ്ടാ, ഞാൻ പറഞ്ഞില്ല അങ്ങേര് ശബ്ദം എങ്ങനെടുത്തോട്ടൊന്നും അല്ല അങ്ങേര് പോണത്. നമ്മളെ കുറെ നേരം കൊണ്ട് വെയിറ്റ് ചെയ്തോണ്ടിരിക്കുകയാണ്. നീ ഒന്നും പറയണ്ട. അതെ അതെ, താങ്കളുടെ മൈൻഡിന് എന്തോ പ്രശ്നമുണ്ട്. പോടേ, ഇറങ്ങി പോടാ മണ്ട. ഇങ്ങർക്ക് ബുദ്ധിയില്ലാത്തതുകൊണ്ട് നമ്മൾ ലക്കിയാണ് ഗൈസ്. കാരണം അങ്ങേര് ശബ്ദം കേൾക്കടത്തോണ്ടൊന്നും പോവില്ല. ആ, നമ്മളെന്തിനാ ലിവർ വലിച്ച് ഗൈസ്. കഴിഞ്ഞ പ്രാവശ്യം നമ്മളെ ലിവർ ആറ് ഉപയോഗിച്ചാണ് രക്ഷപ്പെട്ട കേട്ടോ. പക്ഷെ ഇപ്രാവശ്യം അതിൻ്റെ അടി ഫുള്ള് വെള്ളം വേണം. നമ്മളെ ലിവർ ആറ് ഉപയോഗിച്ചാൽ മിക്കവാറും നമ്മൾ ചാവും കേട്ടോ. ഇത് പറ്റില്ല ഗൈസ്. ഞാൻ ഗെയിം കളിക്കാൻ തുടക്കത്തിലൊരു സാധനം പറഞ്ഞത് ഇതല്ലേ ഇല്ല കാര്യം കാണിച്ചില്ല. അതുകൊണ്ട് ഇത് ML 245 സൊല്യൂഷൻ ML 245. ഓ ഗൈസ്, ഇതപ്പോൾ ബ്ലാങ്ക് പേപ്പറിൽ ഒഴിച്ചാൽ എന്തരാ കിട്ടും കേട്ടോ. നോക്കട്ടെ. കിട്ടിയടാ 400 ഇതിൽ 4502. ഓ ഗൈസ്, അതാണ് കോഡ്. അങ്ങനെ അതിനകത്തിരിക്കണ കോഡ് അതാണ് 4502. ഓർത്ത് വെച്ചോ. ഓക്കെ, 4502 ഗൈസ്, മറക്കരുത്. മറന്നാൽ പണി കിട്ടും. ഓക്കെ. അപ്പോൾ അങ്ങനെ എങ്ങനെയാലും ആ റൂമിൽ നിന്ന് പുറത്താക്കണം ഗൈസ്. എന്നാലേ എനിക്ക് ആ സേഫ് ഓപ്പൺ ചെയ്യാൻ പറ്റൂ. ആ സേഫിനകത്ത് എന്തിനാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. സേഫിനകത്ത് മിക്കവാറും ഈ ഡോർ തുറക്കാനുള്ള എന്തെങ്കിലും ആയിരിക്കും ഗൈസ്. കീ കാർഡ് റിക്വയർഡ്. ഓ, ഇവിടെ കീ കാർഡ് വേണം. അപ്പോൾ ആ സേഫിനകത്ത് മിക്കവാറും കീ കാർഡായിരിക്കും. അപ്പോൾ ആ കോഡ് എല്ലാവരും ഓർമ്മിച്ച് വെച്ചാൽ ഈ 4502 അങ്ങേരെ റൂമിൽ നിന്ന് ഇറക്കണം. നമ്മൾ ഫസ്റ്റ് ശബ്ദം ഉണ്ടാക്കിയാൽ എന്തര കംപ്രസറ ഉണ്ടാക്കിയപ്പോൾ അത് നോക്കി നോക്കാം ഗൈസ്. ഓണാക്കടാ. ഒന്നുമില്ല, ഇങ്ങോട്ട് വരണ്ട. ഒന്നുമില്ല. അല്ല, ഇങ്ങോട്ട് വരണം, എന്നാലല്ലേ എനിക്ക് കയറാൻ പറ്റും. ഇങ്ങോട്ട് വാ ബ്രോ. ഓടേ, അങ്ങനെ ലോക്ക് ചെയ്തോ. പോടേ. ഓ, ആ കുറ്റി അടയ്ക്കണം. ഗൈസ്, അങ്ങനെ ലോക്ക് ചെയ്തിടണം. ഓക്കെ ഗൈസ്, റെഡി ആയിക്കോ. കോടടി. പോടാ, ഞാൻ തുറക്കൂല. എന്തിനു പറഞ്ഞാലും ഇന്ന് തുറക്കൂല. പോടാ മണ്ട, ഞാൻ പോണ വീട്ടിൽ. നിന്റെ ടാക്സി വേണ്ട, ഒന്നും വേണ്ട. തുറന്നു. തുറടാ. തുറ. യെസ്. പിന്നല്ല പോടാ. എടാ പോയി ചാവ. ബാഡ് എൻഡിങ്.
അത് വകയില് ബാഡ് എൻഡിങ്. യു എസ്കേപ്ഡ്. ഓ അത് ബാഡ് എൻഡിങ് ആണല്ലേ. ഓ ശരി, അങ്ങനെയായിരുന്നു എസ്കേപ്പ് ആയപ്പോൾ ബാഡ് എൻഡിങ്. ഇത് ഇങ്ങേർക്ക് എന്തിനാണ് ഈ ഗെയിമിന് എന്തോ കുഴപ്പമുണ്ട്. രക്ഷപ്പെട്ടിട്ട് ബാഡ് എൻഡിങ് അതൊന്നും എനിക്കറിയണ്ട. ഞാൻ രക്ഷപ്പെട്ടു, അത് മാത്രം എനിക്ക് അറിഞ്ഞാൽ മതി. കഴിഞ്ഞ വീഡിയോയിലേക്കുള്ള റെക്കോർഡ് നമുക്കുണ്ട്. കഴിഞ്ഞ വീഡിയോയിലേ നമ്മൾ 26 മിനിറ്റിലാണ് രക്ഷപ്പെട്ടത്. ഇപ്രാവശ്യം നമ്മൾ 23 മിനിറ്റ് രക്ഷപ്പെട്ട്. 26 മിനിറ്റ് എന്നാണ് ഈ തോന്നണം കേട്ടോ. കഴിഞ്ഞ വീഡിയോ 26 മിനിറ്റ് എന്നാണ് തോന്നണം. അങ്ങനെയാണെങ്കിൽ നമ്മൾ 3 മിനിറ്റ് മുമ്പെയാണ് ഇപ്രാവശ്യം രക്ഷപ്പെട്ടത്. അപ്പം സെറ്റായിരുന്നു. സോ അവസാനം ഓടെ രക്ഷപ്പെട്ട ഒരുമാതിരി ഒടുക്കത്തെ ഇതായിപ്പോയി. എങ്ങനെ രക്ഷപ്പെട്ടു കേസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം കേസ്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലോ. പിന്നെ കൂട്ടുകാർക്കുള്ള വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പം ഇതിൻ്റെ ചാപ്റ്റർ 3 ആയിട്ട് നമ്മൾ പെട്ടെന്ന് തന്നെ വരും. നാളെ നമുക്ക് വേറെ വീഡിയോ ആയിരിക്കും വരാൻ പോകണം. മൈൻക്രാഫ്റ്റിൻ്റെ വീഡിയോ ആയിരിക്കും. അത് ഞാനല്ല ഇടണം, ഞാൻ പറഞ്ഞല്ലോ വേറെ ആളായിരിക്കും ഇടണം. അപ്പോൾ അതിൻ്റെ ചാപ്റ്റർ 3 ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും കേസ്. അപ്പം സ്റ്റേ ട്യൂൺഡ്.